പാർലമെന്റ് ശീതകാല സമ്മേളനം സംഭവബഹുലമായി പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗവും അതിന് അമിത്ഷായുടെ മറുപടിയും പിന്നീട് രാഹുൽ അമിത്ഷായെ തേച്ചൊട്ടിച്ചതുമൊക്കെ രാജ്യത്ത് ചർച്ചയാവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ തിളച്ച തീഷ്ണത അത് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയുന്നതായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ വടിവത്ത് സ്പഷ്ടമായ ഓരോ പോയിന്റും കുറിക്കൊള്ളുന്ന തരത്തിൽ അക്കമിട്ട് നിരത്തി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആഞ്ഞു വീശി. വോട്ടുകൊള്ള SIR EVM വിഷയങ്ങളിൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിൽ തൊട്ടായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചത്. രാഷ്ട്രപിതാവിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് തുടങ്ങിയത്. ഖാദിയുടെ പ്രാധാന്യം എടുത്തുകാട്ടി ചോദ്യങ്ങൾ ചോദിച്ചു. ഗാന്ധിജി ഖാദിക്ക് എന്തുകൊണ്ടാണ് പ്രാധാന്യം നൽകിയത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഖാദിയുടെ തണലിൽ നടത്തിയത് എന്തിനെന്നറിയാമോ? മഹാത്മാഗാന്ധിജി ഖാദിയുടെ ഒറ്റ മുണ്ടെടുത്ത് രാജ്യത്തുടനീളം സഞ്ചരിച്ചത് എന്തിനെന്നറിയാമോ? ഖാദി വെറുമൊരു തുണി മാത്രമല്ല, അത് ഇന്ത്യൻ ജനതയുടെ നിർമ്മിതിയായതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാരുടെ ലങ്കാഷെയർ അടക്കമുള്ള വസ്ത്രനിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്ന വിദേശ വസ്ത്രങ്ങളെ ബഹിഷ്കരിച്ച ഗാന്ധിജി ഇന്ത്യയിലെ ജനം ചാർക്കയിൽ നൂൽനൂറ്റ് നിർമ്മിക്കുന്ന വസ്ത്രത്തെ ലോകത്ത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അത് ഇന്ത്യൻ ജനതയുടെ സ്വത്വമാണ്. ഇന്ത്യൻ ജനതയുടെ അതിജീവനത്തിൽ നിന്നും വിരിയുന്ന ഉൽപ്പാദനക്ഷമതയുടെ അടയാളമായതുകൊണ്ടാണ് വൈവിധ്യവും പ്രാധാന്യവും കഠിനാധ്വാനത്തിൻ്റെ കരുത്തും അതിനുണ്ടാവുന്നത്. പിന്നെ അധിനിവേശത്തിൻ്റെ ബ്രിട്ടീഷ് ഗർവിനെ പുറന്തള്ളുക എന്നതുകൊണ്ടും ഗാന്ധിജി ഖാദി ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പോയാലും ഖാദി കൊണ്ട് നിർമ്മിക്കുന്ന വൈവിധ്യമായ മനോഹര വസ്ത്രങ്ങളുണ്ട്. അത് സംസ്ഥാനങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും അടയാളപ്പെടുത്തുന്നു. ഹിമാചലിൽ മനോഹരമായ തൊപ്പിയുണ്ട്, ആസമിൽ ഗംജയുണ്ട്, ബഹാരി സാരിയുണ്ട്, കാഞ്ചീപുരം സാരിയുണ്ട്, നാഗാ ജാക്കറ്റുകളുണ്ട്, കേരളത്തിൽ സാരികളുണ്ട്, തമിഴ്നാട്ടിൽ കാഞ്ചീപുരം സാരിയുണ്ട്. ഇതൊക്കെ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണെന്നിരിക്കെ അത് അവരുടെ ആത്മാഭിമാനത്തിൻ്റെ അടയാളമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ ഇഴയെടുപ്പത്തിൻ്റെ ദൃശ്യഭംഗിയിൽ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഉറപ്പുണ്ട്. ഈ വ്യത്യസ്തമായ നൂലിഴകൾ പോലെയാണ് നമ്മുടെ രാഷ്ട്രവും. എല്ലാവരും ഒത്തുചേരുമ്പോൾ ജനാധിപത്യം രൂപപ്പെടുന്നു. അതിലൂടെ രാഷ്ട്രം കെട്ടിയുയർത്തപ്പെടുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ലോകസഭ, രാജ്യസഭ, രാജ്യത്തുള്ള മറ്റ് വിധാൻസഭകളൊന്നും തന്നെ ഈ വോട്ട് എന്ന മാസ്മരിക പ്രക്രിയ ഇല്ലെങ്കിൽ നിലനിൽക്കില്ല. രാജ്യത്തിൻ്റെ അഭിമാനമായി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളായ ഹിന്ദുസ്ഥാൻ എയറോട്ടിക്കൽ ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, ONGC, തേജസ് ഇവയൊക്കെ വോട്ടില്ലെങ്കിൽ നിലനിൽക്കില്ല. വോട്ടാണ് നമ്മളെ ഇതിലേക്കൊക്കെ ചേർത്ത് പിടിച്ചു വയ്ക്കുന്നത്. വൈവിധ്യങ്ങളായ സമ്പുഷ്ടതയിൽ, അഖണ്ഡതയിൽ, നാനാത്വത്തിൽ, ഏകത്വത്തിൽ ഒക്കെ അഭിമാനം കൊള്ളുമ്പോൾ അത് വോട്ടിൻ്റെ ശക്തിയാണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും പ്രാദേശികതയ്ക്കും അപ്പുറം എല്ലാവരെയും തുല്യരാക്കുന്ന ജനാധിപത്യത്തിൻ്റെ തുല്യത അവർക്ക് സംരക്ഷണം നൽകുന്നു. അത് വോട്ടിൻ്റെ പ്രാധാന്യത്തിലാണ്. 1948 ജനുവരി 30 3 വെടിയുണ്ടകൾ ഇന്ത്യയുടെ മാറിലേക്ക് ചീറിപ്പാഞ്ഞു വന്നു. അത് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. നാഥുറാം ഗോഡ്സെ നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊല്ലുകയായിരുന്നു. ആ നരാധമൻ്റെ തണലിൽ രാജ്യത്ത് വർഗീയത വിതച്ച വഴിത്താരയിൽ രാഷ്ട്രപിതാവിൻ്റെ ചോരയിൽ ചവിട്ടി ഘനീഭവിച്ച ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ നെറുകയിൽ ഹിന്ദുത്വത്തിൻ്റെ അപ്പോസ്തലന്മാരായി BJPയും RSSും വാഴുമ്പോൾ അത് നമ്മളെ ആകെ അസ്വസ്ഥരാക്കും. ഞാൻ പറയുന്നത് എല്ലാം തുടങ്ങുന്നത് വോട്ടിൽ നിന്നാണ് എന്നാണ്. രാജ്യത്തെ മുഴുവൻ നിലനിർത്തുന്നത് വോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് RSS രാജ്യത്തെ പിടിച്ചടക്കാൻ വോട്ട് കൊള്ള നടത്തുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പല ആവർത്തി പറഞ്ഞതാണ്. പക്ഷേ അത് ഭരണത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. എന്ന് മാത്രമല്ല, അവർ ആകെ അസ്വസ്ഥരാകുകയാണ്. RSS രാജ്യത്തിൻ്റെ ഓരോരോ സ്ഥാപനങ്ങളെ പിടിച്ചടക്കുകയാണ്. അതുവഴി ഇന്ത്യയെ പിടിച്ചടക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടും. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് നിന്ന് സ്ഥാപിച്ചിരിക്കുന്ന ചാൻസലർമാരെ നോക്കിയാൽ മതി. അവിടെ ചാൻസലർമാരായി പരിഗണിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രാഗൽഭ്യമോ നോക്കിയിട്ടല്ല, അവർ RSSനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയിട്ടാണ്.
RSS നയം നടപ്പിലാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്ന് മോദി നടത്തിയ വോട്ട് കൊള്ളയിലേക്ക് തന്നെയാണ് വെളിച്ചം വീശുന്നത്. വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചടക്കാൻ അവർ യോഗ്യത RSS പ്രവർത്തക എന്നതാക്കി മാറ്റി നിയമം നടത്തുന്നു. രണ്ടാമത് ജനാധിപത്യമാണ്. രാജ്യത്തെ CBI, ED, ഇൻകം ടാക്സിനെ അടക്കം മുഴുവൻ സ്ഥാപനങ്ങളെയും അവർ കൈപ്പിടിയിൽ ആക്കി കഴിഞ്ഞു. എന്നിട്ട് അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി അവർ പിടിച്ചെടുത്തത് ഇലക്ഷൻ കമ്മീഷനെയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്ന പാനലിൽ നിന്നും ഒഴിവാക്കിയത്? ഒരു വശത്ത് നരേന്ദ്രമോദി, മറുവശത്ത് അമിത്ഷായും അവരോടൊപ്പം പ്രതിപക്ഷ നേതാവായ ഞാനും ഇരുന്നാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കാതെ അവർ എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്ത ചോദ്യം, ഒരു പ്രധാനമന്ത്രിമാരും ഇന്ത്യയിൽ ചെയ്തിട്ടില്ലാത്ത വിധം 2023 ഡിസംബറിൽ ഗവൺമെൻറ് നിയമം തന്നെ മാറ്റിയെഴുതി. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ഇലക്ഷൻ കമ്മീഷണറെ ശിക്ഷിക്കാൻ ആവില്ല. അവർക്ക് ഒരു സംരക്ഷണം ഒരുക്കുകയാണ്. തന്നിഷ്ടപ്രകാരം എന്തും ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. എന്തിനാണിത്? മറ്റൊന്ന്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ നശിപ്പിക്കുന്നതിലൂടെ എല്ലാ ഡാറ്റയും നശിപ്പിക്കാൻ അവകാശം കൊടുത്തത് അതെന്തിന്? ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസത്തിനകം ഇത് നശിപ്പിക്കപ്പെടുന്നത് എന്തിനാണ്? ഇലക്ഷൻ മോഷ്ടിക്കുന്നതിന് വേണ്ടിയല്ലേ? ആ മോഷണം തെളിയാൻ പാടില്ല എന്നതുകൊണ്ടല്ലേ ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യുന്നതിന് കാരണം മറ്റൊന്നുമല്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി 3, 4, 5 മാസങ്ങളോളം ഇലക്ഷൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനമന്ത്രിക്ക് മുഴുവൻ സ്ഥലങ്ങളിലും പ്രചരണം നടത്താൻ വഴിയൊരുക്കുക. വോട്ടർ പട്ടികയിൽ നമ്മൾ കണ്ട ബ്രസീലിയൻ മോഡലിൻ്റെ പേര് 22 തവണ ആവർത്തിച്ചു വന്നതാണ്. സ്പീക്കർ സാർ, ഫോട്ടോഗ്രാഫ് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങളെ ആകെ തകർത്ത് തരിപ്പണമായി എന്നതിൻ്റെ ഉദാഹരണമാണിത്. ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ 200 തവണയാണ് ഒരു സ്ത്രീയുടെ പേര് ആവർത്തിച്ച് വന്നത്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന ദുസ്ഥിതി തന്നെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടിയില്ല? എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വോട്ടർമാർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുന്നത്? എന്തുകൊണ്ടാണ് BJP അനുകൂല വോട്ടർമാരെ ലക്ഷക്കണക്കിനായി പട്ടികയിൽ ചേർക്കപ്പെടുന്നത്? ഡൽഹിയിലെ BJP നേതാവും UPയിലെ നേതാവും മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യുന്നത് എന്താണ്? ഇതിനൊന്നും കമ്മീഷന് ഉത്തരമില്ല. വോട്ടർ പട്ടികയിൽ വരാവുന്ന തെറ്റുകളെല്ലാം തിരുത്തി പുതിയ വോട്ടർ പട്ടിക നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ബീഹാറിൽ പുതിയ വോട്ടർ പട്ടികയിൽ 1.2 ലക്ഷം പേരുടെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുണ്ട്. സമാനമായ രീതിയിൽ കർണാടക, മധ്യപ്രദേശ്, UPയിലുമൊക്കെ ഞങ്ങളിത് തെളിയിച്ചതാണ്. അവർ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത്. സ്പീക്കർ സാർ, ഇന്ത്യ വലിയ ജനാധിപത്യ രാജ്യമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, ഇന്ത്യ ഒരു മഹത്തായ ജനാധിപത്യ രാജ്യമാണ് എന്ന്. മഹത്തരമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യ മഹത്തരം തന്നെയാണ് സർ. ഇങ്ങനെ കൃത്യമായ ചോദ്യങ്ങൾ തൊടുത്തുകൊണ്ട് രാഹുൽ സഭയിൽ തീർത്ത പ്രതിരോധം അമിത്ഷായെ പ്രകോപിപ്പിച്ചു. അമിത്ഷാ സഭയെന്ന് നോക്കാതെ പോലും പൊട്ടിത്തെറിക്കുകയായിരുന്നു. പക്ഷേ അതിനും ശക്തമായ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. അമിത്ഷായെ പ്രഹരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അവസാനം പല്ലുകൊഴിഞ്ഞ സടകൊഴിഞ്ഞ അവസ്ഥയിലായി അമിത്ഷാ. ഉത്തരമില്ലാതെ മൂലക്കിരിക്കേണ്ട അവസ്ഥയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.